വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പുണ്യവാന്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും, പല ആവശ്യങ്ങൾക്ക് വേണ്ടി. പുണ്യവാന്റെ സന്നദ്ധിയിലേക്ക് നമുക്കത് കൊടുക്കാം. പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒത്തിരി കുടുംബങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ നമ്മുടെ ഇടയിലുണ്ട്, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഒത്തിരി മക്കൾക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായി നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയും പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം നമുക്ക് ചോദിക്കാം. പുണ്യവാൻ പ്രാർത്ഥിച്ചാൽ ഈശോ അത് നടത്തിത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും നമുക്ക് കൊടുക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, ആവശ്യങ്ങളും, ആകുലതകളും, കണ്ണീരും, നമ്മുടെ കുടുംബത്തെയും മക്കളെയും ജീവിത പങ്കാളിയെയും എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികവുമായ നന്മകളാലും അത്ഭുതകരസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവീക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ വഴങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിത ലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടയാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവികാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവരുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും ആശ്വാസവാനും ദിനരാത്രങ്ങൾ ചിലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിനായുള്ള എല്ലാ പ്രതിസന്ധികളിലും
സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടമനുസരിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ട നിമിഷമാണ്. നമുക്കെല്ലാവർക്കും ഇരിക്കുക അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ. അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ ശക്തിയുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ പുണ്യവാൻ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് നേടിത്തരും. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. പലരും ലെറ്റർ വഴിയും ഓൺലൈൻ വഴിയൊക്കെ ഇത് കണ്ടിട്ട് പല നിയോഗങ്ങളും, ഈ പ്രാവശ്യമാണെങ്കിൽ ഒത്തിരി നിയോഗങ്ങൾ, ഇപ്പോൾ ഞാൻ കുറച്ച് നിയോഗങ്ങൾ മാറ്റി വെച്ചേക്കാം. എല്ലാം കൂടി വായിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഒത്തിരി ആവശ്യങ്ങളും ഒത്തിരി പ്രാർത്ഥനകളും നമുക്കിങ്ങനെ ലെറ്റർ വഴിയും അല്ലാതെയും വാട്സപ്പ് വഴിയൊക്കെ പല മക്കളും അയക്കുന്നുണ്ട്. ഓൺലൈൻ വഴി ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കളുണ്ട്, വിദേശത്തൊക്കെ ആയിരിക്കുന്ന. അപ്പോൾ അവരൊക്കെ പലപ്പോഴും വിളിച്ചിട്ട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ നിയോഗത്തിന് വേണ്ടി. കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. കുറച്ച് നാൾ മുമ്പ് എന്നോട് പ്രാർത്ഥന സഹായം പറഞ്ഞതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ആ മകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ ആ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ആ നിയോഗങ്ങൾ വായിക്കുന്നതോടൊപ്പം അച്ഛൻ എൻ്റെ നിയോഗം കൂടി ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ച് ഇപ്പം നന്നായിട്ട് സംസാരിക്കും. എത്ര നാളായി എന്നറിയോ? ആ മകള് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. വയസ്സായ അവന് സംസാരിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞ കാര്യമാണ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ഒത്തിരി മക്കൾക്ക് അങ്ങനെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ, അവൻ്റെ പേര് ഡെൽവിൻ എന്നാ. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് നാൾ മുമ്പ്, അച്ഛാ എൻ്റെ നിയോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, രക്ഷപ്പെട്ടില്ലെങ്കിൽ അച്ഛാ എൻ്റെ കുടുംബം തകർന്നു പോകും. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഞാൻ പ്രാർത്ഥിച്ചോളാം. അതുപോലെ അച്ഛൻ നൊവേനയിൽ ഓർക്കണം പ്രത്യേകമായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. ഞാൻ ആ മകന് വേണ്ടി ഒരു ദിവസം നൊവേനയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ മകൻ ഇന്ന് വിദേശത്താണ്. ആ മകൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാ, അച്ഛാ ഞാൻ ഇപ്പോഴും നൊവേനയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ, ദൈവത്തിന് നന്ദി പറയാം ഇപ്പോഴും. കാരണം ഞാൻ ജീവിക്കുന്നതും എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നതും ആ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം ഒത്തിരി മക്കൾ നമ്മുടെ ദേവാലയത്തിൽ വന്ന് ഹൈന്ദവ സഹോദരങ്ങളടക്കം വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. അത് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഒത്തിരി മക്കൾ അനുഗ്രഹം കൊണ്ട് നിറയുന്നത് കൊണ്ടാണ്. നമ്മുടെ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. ചില നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയും, ചിലർ പറയും, അച്ഛാ എന്തോരം നാളായി പ്രാർത്ഥിക്കുന്നു, അന്തോണീസ് പുണ്യവാൻ ഞങ്ങളുടെ നിയോഗങ്ങൾ നടത്തി തരാത്തെ. ചില നിയോഗങ്ങൾക്ക് വേണ്ടി ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരും. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി നാൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. നമുക്കറിയാം മോനിക്ക എന്ന പുണ്യവതി സ്വന്തം മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അബ്രഹാം ഒരു മകനെ കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തിയില്ല. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത്. ദൈവത്തിൻ്റെ ഒരു സമയത്ത് അത് തന്നോളും. എനിക്ക് കൃത്യമായിട്ടുള്ള സമയം എൻ്റെ ദൈവത്തിന് അറിയാം. ആ ദൈവം കൃത്യമായിട്ടുള്ള സമയത്ത് ഇടപെട്ടോളും. അത് എന്ന് കരുതി 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 5 പ്രാവശ്യം നൊവേനയിൽ പങ്കെടുത്തു, കിട്ടുന്നില്ല എന്ന് കരുതി പ്രാർത്ഥന മുടക്കരുത്. ഞാൻ എപ്പോഴും പറയുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിന് നല്ലതാണേ ദൈവം തന്നിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്, നിശ്ചയമായ കാര്യമാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണിത്. നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. അച്ഛനെ ഈ പറയുന്ന പല നിയോഗങ്ങളും നിങ്ങളുടെയും കൂടി ആയിരിക്കാം. ഞാനിപ്പോൾ വായിക്കുമ്പോൾ പല ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കൂടിയാണ്. ആ നിയോഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അത് സത്യമുള്ള കാര്യമാണ്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുക. അപ്പം ഞാനിവിടെ വായിക്കുമ്പോഴോ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ അച്ഛനറിയാം കുറേ നേരം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മളും കൂടി പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവും. നമുക്ക് പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ ലെറ്ററുകളും അപേക്ഷകളും എത്തിയിട്ടുണ്ട്. അപേക്ഷകൾ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചകളിലും
നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണിത്. വിദേശത്ത് നിന്നാണ് ഞാൻ ഇതെഴുതുക. പ്രത്യേകമായിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. കുടുംബം നാട്ടിലെവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോഗങ്ങൾ ഇതൊക്കെയാണ് അച്ഛാ. 9 വർഷമായിട്ട് എൻ്റെ അമ്മ അനുഭവിക്കുന്ന കാലിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണം. അതോടൊപ്പം എൻ്റെ അമ്മയ്ക്കും അപ്പനും സ്ഥിരമായൊരു ജോലി വേണം. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്ന് മാറ്റിത്തരണം. വിദേശത്ത് പഠിക്കുന്ന എൻ്റെ ജീവിതത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയും പഠനത്തിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും ജോലിക്ക് വിളിക്കാനുള്ള ദയ ഉണ്ടാകണമേ. പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എനിക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും എൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാൻഡോ എന്ന് പറഞ്ഞൊരു മകനാണ്. വിദേശത്തൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിൻഡോ എന്നൊരു മകന് വയറ്റിൽ ക്യാൻസർ ആണ്. ഒത്തിരി സങ്കടത്തോടു കൂടെയാണ് മുൻപോട്ട് പോവുക. 27 വയസ്സുള്ളൂ ആ മകന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി. സിജി എന്നൊരു മകള് കുടുംബ സമാധാനത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി, മുട്ടുവേദന മാറുന്നതിന് വേണ്ടി, മകൻ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ ആ വ്യക്തിയെയും ആ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അലൈന എന്ന മകളാണ്. ആ മകളുടെ ശ്വാസം മുട്ടൽ മാറുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ഭവനം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിസയുടെ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. തൈറോയിഡിൻ്റെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി അച്ഛ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് മിനി എന്നാണ്. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിലും എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡൊമിനിക് എന്നൊരു മകൻ പ്രത്യേക പ്രാർത്ഥന ചോദിക്കുന്നു. ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട് എൻ്റെ കുടുംബത്തിന്. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറുവാൻ വേണ്ടിയും കുടുംബ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജസ്വിൻ എന്നൊരു മകനാണ്. ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷ്യാം എന്നൊരു മകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരിയേറെ പല ആലോചനകളും വരുന്നു. പലർ ആവശ്യം പോയി കണ്ടു, ഒന്നും ശരിയാകുന്നില്ല അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. എൻ്റെ മകൻ PG ഈ വർഷം കഴിയും. അത് കഴിയുമ്പോൾ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുമുണ്ട്. അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മകനെയും ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിനു എന്നൊരു സഹോദരനാണ്. എൻ്റെ ഈശോയെ തന്ന നന്മകൾക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ കടബാധ്യത മാറ്റിത്തരണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും ജിനുവച്ച പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം വായിക്കാനുള്ള നേരമില്ല. അച്ഛനത് വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അച്ഛൻ പെട്ടെന്ന് വായിച്ചിട്ട് പോകുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സാനിയ എന്നൊരു മകളാണ്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി, അനിയത്തി നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടി, വീട്ടിലെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, കഴിഞ്ഞുപോയ കാലത്തിൽ ഒത്തിരിയേറെ വേദന അനുഭവിച്ച എൻ്റെ കുടുംബത്തിന് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ +2 പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ജോമോൻ എന്നാണ്. പ്രത്യേകമായിട്ട് ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചിഞ്ചു എന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട്
5 വർഷമായി ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് ജിനുവച്ച എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കടബാധ്യത മാറുവാൻ വേണ്ടി, ബിന്ദു എന്ന ഒരു മകളാണ് ഇത് എഴുതിയിരിക്കുക. കടബാധ്യതകൾ മാറുവാൻ വേണ്ടി എൻ്റെ മകൾക്ക് സ്നേഹമോൾ എന്നാണ് പേര്, വിദേശത്ത് പോയി ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം സാന്ദ്ര, 2ാമത്തെ മകളാണെന്ന് തോന്നുന്നു, +2 പാസ്സാകാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോസ് എന്നൊരു സഹോദരനാണ്, വീട് പണിയുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മൂത്ത മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൻ്റെ മദ്യപാനശീലം മാറുന്നതിന് വേണ്ടി, കുടുംബസമാധാനത്തിന് വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. ജോഫി എന്ന ഒരു മകനാണ്, എനിക്ക് 38 വയസ്സുണ്ട് അച്ഛാ. ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എനിക്കിതുവരെയായിട്ട് നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല. ഒത്തിരിയേറെ കടബാധ്യതകളിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിനോദ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബസമാധാനത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കടബാധ്യത മാറുവാൻ വേണ്ടി പ്രിൻസ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ അഡിക്ഷനുള്ളൊരു മകന് വേണ്ടി പ്രത്യേകമായിട്ടൊരു അമ്മ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. അച്ഛാ, പഠിക്കാനുള്ള തീഷ്ണത കിട്ടുവാനും അവൻ്റെ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറിക്കിട്ടാനും വേണ്ടിയും എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീട് പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ വർഷം SLC പരീക്ഷ എഴുതുന്ന മകന് വേണ്ടി അമ്മ മോളി എന്നൊരു അമ്മ പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശത്തായിരിക്കുന്ന ഒരു മകന് വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥിക്കണേ. അവൻ്റെ പേര് ലിൻസ് എന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തോമസ് എന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് വീടിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട്. സെലീന എന്നൊരു മകള്, എൻ്റെ തലയിലൊരു മുഴയുണ്ട്, എനിക്ക് 32 വയസ്സായി, അത് സുഖപ്പെടുത്തുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കൾക്ക് ഇന്ന് ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. മാരകമായ അസുഖങ്ങളും വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിൻസി എന്നൊരു മകളാണ്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേനയിലും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിജു എന്നൊരു സഹോദരനാണ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളില്ല. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ എല്ലാ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണ്ടി കൂടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറാൾഡ് എന്നൊരു സഹോദരനാണ് ഇത് എഴുതിയിരിക്കുക. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ആ സഹോദരൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്യാൻസർ ബാധിതനായ ഒരു സഹോദരൻ, പേര് യോഹന്നാൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുക, യോഹന്നാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാനും രോഗം മാറുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എയ്മി എന്നൊരു മകള്, കണ്ണിൻ്റെ കാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനും ലൂസി എന്നൊരു മകളുടെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും കാൽമുട്ടിൻ്റെ വേദന മാറുന്നതിനും വേണ്ടി എയ്ബൽ എന്നൊരു മകന് വേണ്ടി ദുബായിലാണ്, അവൻ നന്നായിട്ട് പഠിക്കാനും നല്ലൊരു മകനായിട്ട് വളരുവാനും വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒരു ജോലി ലഭിക്കുവാനും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. OET പരീക്ഷ എഴുതുന്ന ഒരു മകള്, ആ മകൾക്ക് അമ്മു എന്നാണ് എഴുതിയിരിക്കുക. ആ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയായൊരു മകൾ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പല മക്കളും പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുന്നതിനും അവൾക്ക് MBA കോഴ്സ് പഠിച്ച് നല്ല കോളേജ് കിട്ടുവാനും പ്രത്യേകമായിട്ട് കുടുംബ സമാധാനത്തിന് വേണ്ടിയും എൻ്റെ ബ്രദറിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ലിസി എന്നൊരു മകളാണ് അത് എഴുതിയിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ജോസഫ് എന്നൊരു മകൻ PSC പരീക്ഷ എഴുതുന്ന എനിക്ക് ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സിജു എന്നൊരു സഹോദരൻ വീട് പണിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോയൽ എന്നൊരു മകൻ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഉഷ എന്നൊരു മകള് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. സഹോദരിയുടെ ഭർത്താവിന് നിരവധി അസുഖങ്ങളുണ്ട്, അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അവരുടെ 2 മക്കൾ ഉന്നതയിൽ നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. അച്ഛാ, ഞാൻ ഈ എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പേര് മേരി എന്നാണ്. എന്നാണ്. എൻ്റെ എല്ലാ ചൊവ്വാഴ്ചയിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് വിദേശത്ത് ജോലി ലഭിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ 2ാമത്തെ മകളും MBA ചെയ്യുന്നു. ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നന്ദിയോടൊപ്പം ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മക്കളുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജസ്റ്റിൻ എന്നൊരു മകൻ കടബാധ്യത മാറുവാൻ വേണ്ടിയും ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയും രോഗങ്ങൾ മാറുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വർഗീസ് എന്നൊരു സഹോദരൻ മക്കൾക്ക് ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ മകളുടെ വിവാഹ തടസ്സാൻ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ്റെ എല്ലാ തരത്തിലുള്ള തെറ്റായ ശീലങ്ങളും മദ്യപാനം, പുകവലിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. നീതു എന്നൊരു മകൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. മക്കളുടെ വഴക്കുകൾ മാറുന്നതിന് വേണ്ടിയും ഡിവോഴ്സിൻ്റെ വക്കിലാണ് ആ കുടുംബം, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്റ്റെൻഡി എന്നൊരു മകള് ദൈവഭക്തിയിൽ ഭർത്താവ് വളർന്നു വരുവാൻ വേണ്ടിയും വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയും സ്ഥിര ജോലി ലഭിക്കുവാൻ വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷൈജോ എന്നൊരു സഹോദരൻ എൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബീന എന്നൊരു സഹോദരനുണ്ട്, കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന ഒരു മകള് പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബ സമാധാനത്തിന് വേണ്ടി, ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി. അലർജി പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്ന സാം എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഫ്രാൻസിസ് എന്നൊരു മകൻ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനീറ്റ എന്നൊരു മകള് +2 ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആൽബിൻ എന്നൊരു മകൻ ഉന്നതമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയും അതോടൊപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഷാലിയ എന്നൊരു മകള് കടബാധ്യതകൾ മൂലം വലയുന്നുണ്ട്, അതോടൊപ്പം തന്നെ വസ്തു വിറ്റ് കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാള ഈ ദേവാലയത്തിൽ വന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ മകന് വിദേശത്ത് MBA പഠിക്കുന്നതിനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് നമ്മുടെ വൈക്കം സ്വദേശിയായ ഒരു സഹോദരനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിനി എഫ്രായിം എന്നൊരു മകള് IELTS പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോൺസൺ എന്നൊരു സഹോദരൻ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൽസമ്മ എന്നൊരു മകള്, എൽസമ്മ എന്നൊരു അമ്മയാണ്, കുടുംബ സമാധാനത്തിന് വേണ്ടിയും ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു.
മനു എന്നൊരു സഹോദരൻ പ്രത്യേകമായിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും മൂക്കിൽ എല്ല് വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സീനിയ എന്നൊരു മകള് കുടുംബസമാധാനത്തിന് വേണ്ടി, 2 മക്കളുടെ പഠനത്തിന് വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മൊബൈൽ ഫോൺ അഡിക്ഷനായിട്ട് ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മക്കൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബ സമാധാനത്തിന് വേണ്ടിയും അതോടൊപ്പം വീടിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയും വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ 2 മക്കളും വിദേശത്താണ്. മക്കളുടെ എല്ലാ കാര്യങ്ങളും, ഒരു മകൾ പഠിക്കുന്നു, ഒരു മകൾ ജോലി ചെയ്യുന്നു. 2 പേരും നല്ല മക്കളായിട്ട് വളരുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാറ എന്നൊരു മകള് പ്രത്യേകമായിട്ട് പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, എൻ്റെ +2 എക്സാം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും യേശുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മേരി ആൻ്റണി എന്നൊരു മകള് യേശുവേ നന്ദി, യേശുവേ സ്തുതി, 34 വയസ്സായ മകനെ സമർപ്പിക്കുന്നു. അവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ വീട്ടിലാകെ വെള്ളം നിറയും. അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വന്തമായൊരു വീടും സ്ഥലവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിദേശത്ത് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മാത്യു എന്നൊരു മകൻ ഓസ്ട്രേലിയയിലാണ്. ആ മകൻ്റെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇമ്മാനുവേൽ എന്നൊരു സഹോദരൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നത് പരിശുദ്ധാത്മാവാൽ നിറയാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ 2 മക്കളും നല്ല രീതിയിൽ വളർന്നു വരുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അഖിൽ എന്ന ഒരു മകൻ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. നിഖിൽ എന്നൊരു സഹോദരൻ വീടിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 4 മാസമായിട്ട് ഗർഭിണിയായിരിക്കുന്ന മകൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മേരി എന്ന ഒരു അമ്മയാണ്, സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വരുന്ന മാസത്തിൽ 30-ാം തീയതി ഓപ്പറേഷനാണ്. ചുണ്ടിൻ്റെ ഭാഗത്ത് എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി, അതിൻ്റെ സക്സസിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വീട്ടിലെ കടബാധ്യത മാറാൻ വേണ്ടി, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാൻ വേണ്ടി. പേര് തമ്പി എന്നൊരു സഹോദരനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജി എന്നൊരു സഹോദരൻ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി, സ്നേഹം നിറഞ്ഞ ജിനുവച്ച കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്ഥിരമായൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലിലെ നീര് മാറിക്കിട്ടുവാൻ വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടിയും അതോടൊപ്പം ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്ന എൻ്റെ ഭർത്താവിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ യോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജസ്മോൻ എന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിക്കുന്നു. BBAക്ക് പഠിക്കുന്നു. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിക്കുവാനും അതോടൊപ്പം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷേർലി എന്നൊരു സഹോദരി വർഷങ്ങളായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അനുഭവിക്കുന്നൊരു സഹോദരിയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജിനി എന്നൊരു സഹോദരി ആസ്ട്രേലിയയിൽ വിസയ്ക്കായി കാത്തിരിക്കുന്നു. വിസയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചു ത്രേസ്യ എന്നൊരു മകള്, ആ മകളുടെ ജോലി തടസ്സങ്ങൾ മാറുവാനും അതോടൊപ്പം തന്നെ മരീന എന്നൊരു സഹോദരി ഒരു ഓപ്പറേഷൻ ഉണ്ട്. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടാൻ വേണ്ടി ലില്ലി മരിയ എന്നൊരു മകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. BSc പരീക്ഷ എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 31 വയസ്സുള്ളൊരു യുവതിയാണ് ഞാൻ. പ്രത്യേകമായിട്ട് അച്ഛാ എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസി കുടുംബസമാധാനത്തിന് വേണ്ടി ലിസി ബെന്നി എന്നൊരു സഹോദരി മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ
ഒരു പ്രോപ്പർട്ടി വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളൊരു മകൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ കൂടി നമുക്ക് ഓർക്കാം. ഇന്നത്തെ ദിവസം നേർച്ചക്കഞ്ഞി ഏറ്റെടുത്ത് നടത്തുന്ന ജോസഫ് തുമ്പാനത്ത് ആൻഡ് ഫാമിലി, ഉലഹന്നാൻ പൂതവേലിയിൽ, ആൻ്റണി പോൾ, ബെന്നി, ജോൺ, മെവിൻ, ബിജോയ്, ജെറാൾഡ്, ജോൺ, ജോബി, സോണി, ഫെലിസിയ, ഫിയോണ, ഗിരിജാദാസ്, റോഷൻ ആൻഡ് ഫാമിലി, കുവയ്ക്കൽ, അയന, സിജിമോൾ, ഒരു വിശ്വാസി അസുഖങ്ങൾ മാറുവാൻ വേണ്ടിയും, ജോയ്സ് ജോർജ് നന്ദി സൂചകമായിട്ട് വർഗീസ് കുടുംബത്തിനു വേണ്ടിയും, ജോൺ സിബി എക്സാം പാസ്സാകാൻ, ഒരു വിശ്വാസി ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും സഹകരണത്തിന് വേണ്ടിയും, ജോസഫ് ഇളമനത്തറ 3 മക്കൾ അവരുടെ പഠനം, മറിയാമ്മ ജോസഫ് പനത്ര കുടുംബം, പ്രത്യേകമായിട്ട് ഇവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ കൂടി നമുക്ക് ഈ നിമിഷം ഓർക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം നടന്നു കിട്ടുവാൻ വേണ്ടിയും, അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനബസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കൽപ്പേഴും നീ, മാലോകമാനസത്തിൻ ആശ വളർത്തും താതാ. പരീക്ഷ ജയത്തിനായി നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹാന്തസ്സിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാം. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. കുടുംബ കലഹങ്ങൾ അന്ധചിത്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഏകത്തിലേക്കിടുവാ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മറിയ യോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും
നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.